ഇന്ന് ഓഗസ്റ്റ് 2 പന്തളം രക്തസാക്ഷി ദിനം. സഖാക്കൾ ഭാനുവും നാരായണപിള്ളയും രക്തസാക്ഷികളായിട്ട് 53 വർഷം തികയുന്നു. രാവിലെ 9 മണിക്ക് ധീര രക്തസാക്ഷികൾ വെടിയേറ്റ് വീണ അമ്പലത്തിനാൽ ചൂര ജംഗ്ഷനിൽ CPIM ജില്ലാ സെക്രട്ടറി സഖാവ് രാജീവ് എബ്രഹാം അവിടെ നിന്നും ധീര രക്തസാക്ഷികൾ സഖാക്കൾ ഭാനുവും നാരായണപിള്ളയും അന്ത്യവിശ്രമം കൊള്ളുന്ന മുടിയൂർക്കോണത്തെ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് വാഹന റാലി ആരംഭിച്ചു. ഞാൻ നമ്മുടെ പ്രിയ സഖാവ് മുരുകേഷ് സഖാവിൻ്റെ വണ്ടിയിലാണ് കയറിയത്. ഞങ്ങൾ പന്തളത്തുകാർക്ക് ഓഗസ്റ്റ് 2 എന്നത് കേവലം കലണ്ടറിൽ മാത്രം ഒതുങ്ങുന്ന ഒരക്കമല്ല. പോരാട്ടത്തിൻ്റെ വഴികളിൽ ജീവൻ സമർപ്പിച്ച പന്തളത്തിൻ്റെ ധീര രക്തസാക്ഷികൾ സഖാക്കൾ ഭാനുവിൻ്റെയും നാരായണപിള്ളയുടെയും ത്യാഗവും ധീരതയും നീതിക്ക് വേണ്ടിയുള്ള ജനാധിപത്യത്തിനായുള്ള പോരാട്ടത്തിൻ്റെയും ഓർമ്മയാണത്. 12 ഔൺസ് റേഷന് വേണ്ടി പന്തളത്ത് നടന്ന ഐതിഹാസിക സമരത്തിൻ്റെ ഓർമ്മ ഇന്നും പോരാട്ട ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ പോരാട്ടത്തിൽ ജീവൻ സമർപ്പിച്ച പ്രിയ സഖാക്കളുടെ ഈ രക്തസാക്ഷി ദിനം എന്നും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. പാവപ്പെട്ട ജനങ്ങളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിൽ സ്വന്തം ജീവിതം സമർപ്പിച്ച പ്രിയപ്പെട്ട സഖാക്കളുടെ ത്യാഗം തലമുറകൾക്ക് പ്രചോദനമായി നിലനിൽക്കട്ടെ. രക്തസാക്ഷികളുടെ ഓർമ്മകൾ ചരിത്രത്തിൻ്റെ ഏടുകളിൽ മാത്രമല്ല, നീതിക്കും സമത്വത്തിനും വേണ്ടിയുള്ള ഓരോ പോരാട്ടത്തിലും ഊർജ്ജമായിരിക്കും. പ്രിയ സഖാക്കളുടെ വേർപാട് പ്രസ്ഥാനത്തിന് എന്നും കരുത്തും ഊർജ്ജവുമാണ്. അവർ വിശ്വസിച്ച ആശയങ്ങൾക്കും അവർ നടത്തിയ പോരാട്ടങ്ങൾക്കും അവർ നൽകിയ സമർപ്പണം ഓർമ്മിക്കേണ്ടതാണ്. അവരുടെ ത്യാഗം നമ്മെ ചരിത്രത്തെ ഓർക്കാനും നീതി, ജനാധിപത്യം, സാമൂഹിക പുരോഗതി എന്നിവയുടെ പ്രാധാന്യം മനസ്സിലാക്കാനും പ്രേരിപ്പിക്കുന്നു. അങ്ങനെ വാഹന റാലി മുടിയൂർക്കോണത്തെ രക്തസാക്ഷി മണ്ഡപത്തിലെത്തിയപ്പോൾ CPIM പന്തള ഏരിയ സെക്രട്ടറി സഖാവ് R ജ്യോതികുമാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തി. രക്തസാക്ഷികളുടെ ഓർമ്മകൾ പുതിയ തലമുറ അറിയേണ്ടതാണ്. അത് കേവലം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, ഒരു സമൂഹം കടന്നുപോയ പോരാട്ടങ്ങളുടെയും അതിലെ മനുഷ്യരുടെ ജീവിതത്തെയും ഓർക്കാനുള്ള അവസരമാണ്. പുതിയ തലമുറ ചരിത്രത്തെ അറിയുകയും വിവിധ കാഴ്ചപ്പാടുകൾ പഠിക്കുകയും ജനാധിപത്യം, സമാധാനം, സാമൂഹിക നീതി, പരസ്പര ബഹുമാനം എന്നീ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. പുതിയ തലമുറയുടെ ഈ 2 ചിത്രങ്ങൾ ആവേശവും പ്രതീക്ഷയും നൽകുന്നതാണ്. ജാഥ മുടിയൂർക്കോണത്തെ രക്തസാക്ഷി മണ്ഡപത്തിലെത്തിയപ്പോൾ മൗറീഷ്യസിൽ നിന്നും സഖാവ് അജയരാജ് വീഡിയോ കോൾ ചെയ്തിരുന്നു.